രൂപതയുടെ ആദരണീയനായ ഡോക്ടർ സെഞ്ചുലിസിച്ച, മറ്റ് പ്രിയപ്പെട്ട വേദാനന്ദച്ച, നിയോടിക്കലച്ച, യോഗത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ ബഹുമാനപ്പെട്ട തിരുവിക്രവികാരി മാത്യു ചന്ദ്രൻ കുന്നലച്ച, പ്രിയപ്പെട്ട ചൊല്ലച്ച, ഇന്ന് ഈ വേദിയിൽ സംസാരിക്കുന്ന പ്രിയങ്കരനായ സാറേ, ഡോക്ടർ സിമീമോൾ, പ്രിയപ്പെട്ട വൈദികരെ, ഉൽമായരെ, സമർപ്പിത സഹോദരങ്ങളെ, നമുക്ക് വളരെ സമയബന്ധിതമായ ഒരു കാര്യമാണ്. കടത്തലച്ചൻ കൃത്യസമയം പാലിച്ചു. എനിക്ക് 25 മിനിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അത്രയും വേണ്ടായിരിക്കും. ഞാൻ വിഷയത്തെയും മറ്റു കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ് അടുത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ അരുവിത്തറയിൽ ഈ സമ്മേളനം കൂടാനായിട്ട് സാധിക്കുന്നത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നമ്മുടെ യുവതാ കച്ചേരി വിശദമായ പഠനത്തിന് ശേഷമാണ് അരുവിത്തറ, കുടങ്ങനാട്, രാമപുരം കത്തീഡ്രൽ, കുറവിലങ്ങാട്, കടുത്തുരുത്തി എന്നീ കേന്ദ്രങ്ങളിൽ വെച്ച് നമുക്ക് ഈ സമുദായ ശക്തീകരണ കൂടിവരവുകൾ നടത്താം എന്നുള്ളത്. നമ്മുടെ വലിയ കേന്ദ്രങ്ങളാണിത്. ഇവിടം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യകാലം മുതൽ ശക്തീകരിക്കപ്പെട്ട ഒരു നസ്രാണി സമൂഹത്തിൻ്റെ ഇറ്റില്ലമായ അരുവിത്തറയിലാണ് നമ്മൾ ഒന്നിക്കുന്നത് എന്ന് അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ സഭ ഇന്നും കൂടിവരവുകൾ നടത്തുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രാധാന്യമുള്ളതായിട്ട് കരുതാറുണ്ട്. നമ്മൾ സെമിനാരികൾ സ്ഥാപിക്കുമ്പോഴും അതുപോലെയാണല്ലോ. ആലുവ സെമിനാരി വലിയ കോസ്മോപൊളിറ്റൻ ഗ്രേറ്റർ കൊച്ചിൻ മേഖലയിലാണ്. യൂറോപ്യൻ മിഷണറിമാരുടെ ആ പൈതൃകം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കോട്ടയം സെമിനാരി ഹാർട്ട് ഓഫ് ദി ഓറിയന്റൽ ചർച്ചസ് ഇക്യുമെനീസം അതുപോലുള്ള വലിയ കേന്ദ്രത്താണ്. സത്യനാഥ സെമിനാരി ഹാർട്ട് ലാൻഡ് ഓഫ് ഹിന്ദി ഭാഷയും സംസ്കാരവുമാണ്. കുന്നൂർ സെമിനാരി മൈഗ്രേറ്റഡ് ആയിട്ടുള്ള നസ്രാണികളുടെ കേന്ദ്രമാണ്. ബാംഗ്ലൂർ CMI ധർമാരാം ക്ഷേത്രം വലിയ മെഗാസിറ്റിയിൽ ഈ സമൂഹത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. തൃശ്ശൂർ മേജർ സെമിനാരി വലിയ സാംസ്കാരിക കേന്ദ്രവും നസ്രാണി കേന്ദ്രവുമാണ്. അപ്പോൾ നമ്മൾ ഈ 7 സ്ഥലം എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് നമ്മുടെ ഈ 6 വലിയ മേജർ സെമിനാരികളുടെ അതിൻ്റെ പ്രയോറിറ്റീസ് എന്തായിരുന്നു എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചത്. നമ്മുടെ വിഷയം സമുദായ ശക്തീകരണമാണ്. ഈ സമ്മേളനത്തിൽ നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം, സമുദായ ശക്തീകരണം, സമുദായ ദൗർബല്യം അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ? ദൗർബല്യം ഇല്ലായിരുന്നുവെങ്കിൽ സമുദായ ശക്തീകരണത്തിൻ്റെ പേരിൽ നമ്മൾ ഒന്നിച്ചു കൂടേണ്ടതില്ല. സമുദായത്തിൻ്റെ വളർച്ച ഏത് ഘട്ടത്തിലും നടത്താനുള്ള സുരക്ഷാ പരിശോധനയും ആത്മശോധനയും അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത്. ആർക്കാണ് സമുദായത്തിൻ്റെ ശക്തി അത്യാവശ്യമായത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കുമാണ്. നാം ഓരോരുത്തരുമാണ് ഈ ശക്തി സ്വന്തമാക്കേണ്ടത്, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. കൂടാതെ വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ ബഹുമാനം നിലനിർത്തിയാലേ വ്യക്തികളുണ്ടാവൂ, അതുപോലെ സമുദായവും നിലനിൽക്കുകയുള്ളൂ. പൊതുവായത് എന്താണെന്നറിയാൻ വ്യക്തിഗതമായത് എന്താണെന്ന് പറയണം. വ്യക്തിഗതമായതിനെ വേണ്ടവിധം അറിയാൻ പൊതുവായത് എന്തെന്ന ധാരണയും നമുക്ക് വേണം. ആ ഒരു ധാരണയാണ് ഇവിടെ നമ്മൾ ഒന്നിക്കുമ്പോൾ, ഇവിടെ നമ്മൾ സഭയും സമുദായവുമായിട്ട് ഒന്നിച്ചാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ ഒരു സാധ്യത വ്യക്തി സമുദായ ബന്ധങ്ങൾ കൂടുതൽ ഗുണമേന്മ ഉള്ളതാക്കി തീർക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വിലയേറിയതാണ്. വ്യക്തികൾ ഒറ്റപ്പെട്ടവരല്ല, എന്നാൽ ശക്തരാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നുമില്ല. സമുദായത്തിൻ്റെ പിന്തുണയും സംരക്ഷണവും ലഭിക്കുന്നവരും ലഭിക്കേണ്ടവരുമാണ്. അതേസമയം സമുദായ അംഗങ്ങളുടെ വ്യക്തിപരമായ ദൗർബല്യങ്ങൾക്ക് സമുദായത്തിൻ്റെ പിൻബലം ഇല്ലതാണ്.
അതുകൊണ്ട് നമ്മൾ വളരെ പ്രതിസന്ധി ഉള്ളതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഒന്നിക്കാനായിട്ട് നമ്മുടെ സഭ തീരുമാനിച്ചത്. എല്ലാ രൂപതകളിലും വളരെ വിപുലമായിട്ടുള്ള സമ്മേളനങ്ങൾ ഉണ്ട് എന്നെനിക്കറിയാം. ജാതി, വംശം, കുലം, ഗോത്രം, പ്രദേശം, സംസ്കാരം, പാരമ്പര്യം എന്നീ ഭാഷാ യാഥാർത്ഥ്യങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സമുദായം എന്ന് പറയുന്നത്. ജനം, പൊതുജനം, വ്യക്തി എന്നിവയുടെ മധ്യവർത്തിയായി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറഞ്ഞവയെല്ലാം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യമാണ് ജനം, ജനത, അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊണ്ടേണ്ടതാണ് സഭ എന്ന യാഥാർത്ഥ്യം. സഭ ദൈവജനമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ വിളിക്കപ്പെട്ടവളാണ്. തന്മൂലം സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. സഭ എപ്പോഴും ലോകത്തോട് തുറന്നിരിക്കും എന്ന് നമുക്കെല്ലാം അറിയാം. സമുദായം എന്നാൽ യാഥാസ്ഥിതിക മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത്. പാരമ്പര്യമായി സിദ്ധിച്ച മൂല്യങ്ങളെ സംരക്ഷിക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. സമുദായം കൺസർവേറ്റീവാണ്, കൺസർവ് ചെയ്യുന്ന യാഥാർത്ഥ്യമാണ് സമുദായം. അത് വാല്യൂസും പാരമ്പര്യങ്ങളുമാണ്. ചെറു സമൂഹങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമുദായങ്ങൾ നിലനിൽക്കുന്നത്. സമുദായ ചിന്ത സങ്കുചിതമെന്ന് ആരോപണം ഉണ്ടാകുന്നതും ചിലപ്പോഴെല്ലാം അതുകൊണ്ടാണ്. സഭയുടെ സാർവത്രിക മാനത്തെ പരിഗണിച്ച് വേണം സമുദായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും. വെളിപാടിലൂടെ കൈവന്ന വിശ്വാസ സത്യങ്ങൾ ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ സഭ ധൈര്യം കാണിക്കണം. ആ സുവിശേഷ മൂല്യങ്ങളെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രവൃത്തിപഥത്തിലേക്ക് എത്താൻ ഉള്ള ആർജവം നമുക്ക് വേണം. ശ്രീമലബാർ സഭ 2026 സമുദായ വർഷമായിട്ട് പ്രഖ്യാപിച്ചത് നമ്മുടെ വിശ്വാസം, പാരമ്പര്യം, ആരാധന, സാമൂഹിക ഉത്തരവാദിത്വം എന്നിവ നമ്മളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന ഒരു ഉറപ്പ് വരുത്താനും കൂടെ വേണ്ടിയാണ്. 16-ാം നൂറ്റാണ്ട് വരെ മർത്തോമ ക്രിസ്ത്യാനികൾ എന്ന ഒറ്റ പേരിൽ എല്ലാ നസ്രാണികളും ഒറ്റക്കെട്ടായിരുന്നു. എന്നാൽ പിന്നീട് വ്യത്യസ്ത സഭകളും സമുദായങ്ങളും രൂപപ്പെട്ടു. സഭ ആത്മീയ സമൂഹം മാത്രമല്ല, അത് സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, സേവന രംഗങ്ങളിലൂടെ മനുഷ്യന്റെ സമഗ്ര വളർച്ച ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നതാണല്ലോ സത്യം. സമുദായ ശക്തീകരണം സഭയുടെ ദൗത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. സമുദായ ശക്തീകരണം വ്യക്തിയുടെ ആത്മീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക വളർച്ച ഉറപ്പാക്കുന്ന പ്രക്രിയയാണ്. ഓരോ വ്യക്തിയും സമൂഹത്തിൽ സജീവ പങ്കാളിയാകാൻ വിളിക്കപ്പെട്ടിട്ടുണ്ട്. സഭയും സമുദായവും ഒരു നാണയത്തിന്റെ ഇരു വശങ്ങൾ പോലെയാണ്. മനുഷ്യന്റെ ആത്മാവും ശരീരവും പോലെയാണ്. അമ്മയും അമ്മയുടെ ഉദരസ്ഥ ശിശുവും പോലെയാണ്. ദേവാലയവും വിശുദ്ധ കുർബാനയും പോലെയാണ്. മനുഷ്യനിൽ ആത്മാവും ജഡവും എന്നതുപോലെയാണ്. അതുകൊണ്ട് സഭയില്ലാത്ത സമുദായമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സഭ കൂടെ വിശാലമായ വിശ്വാസപരമായ ഡോക്ട്രൈനലായിട്ടുള്ള കാര്യങ്ങൾ ഊന്നിപ്പറയുമ്പോൾ സമുദായം, ഞാൻ ആദ്യം സൂചിപ്പിച്ച വൈവിധ്യമാർന്ന ആ ഘടകങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനും വേണ്ടിയാണ്. അതുകൊണ്ട് സമുദായ ശാക്തീകരണം വെറും ഒരു എളുപ്പമുള്ള കാര്യമായിട്ട് നമ്മൾ കാണരുത്. മനുഷ്യ സമൂഹത്തിൻ്റെ സമഗ്ര വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിലോസഫിയാണത്. വ്യക്തിയും സമൂഹവും പരസ്പരം ബന്ധിതമായി നിൽക്കുന്നു എന്ന വലിയൊരു തിരിച്ചറിവാണത്. സമുദായ ഐക്യം, ശാക്തീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾക്കറിവുള്ളതുപോലെ നമ്മുടെ രൂപതാ കേന്ദ്രത്തിൽ
ഞങ്ങളെല്ലാവരും ഒരേ പാത്രത്തിൽ നിന്ന് ഒരേ ഭക്ഷണം ഒരേ സമയത്ത് എടുത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുന്നവരാണ്. അതിന് തൊട്ട് പിറകിൽ 1 മണിക്കൂർ എല്ലാവരും ഞങ്ങൾ അരമന ചാപ്പലിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും വലിയ നമസ്കാര പ്രാർത്ഥനയുണ്ട്. നോമ്പ് കാലത്ത് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ബിയാചാക്ര നടത്തുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ഭക്ഷണവും സമുദായ ശക്തീകരണത്തിൻ്റെയും വ്യക്തികളുടെ ശാക്തീകരണത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യമാണെന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കൂടുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു രോഗനിർണയം നടത്താനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ദൃശ്യമായ ഏറ്റവും വലിയ പരിമിതിയാണ് ലോകം. ലോകം മുഴുവനെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും വ്യക്തികൾക്ക് സാധിക്കണം. വിനാശകരമായ ആയുധങ്ങളും വിദ്വേഷം പകരുന്ന ചിന്തകളും ഒരുപോലെ ലോകത്തിന് നാശം ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നിലുള്ളവർ ഒറ്റപ്പെട്ടവരായിരിക്കാം. ലോകത്തിന് നന്മയും സമാധാനവും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു സമുദായത്തിൻ്റെ വ്യക്തികളായി മാറിയെങ്കിൽ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പോകണം. അതിനത്തരം സമാധാനവും നന്മയും ലക്ഷ്യമാക്കിയ സമുദായങ്ങൾ ശക്തിപ്പെടേണ്ടതുണ്ട്. സമുദായത്തിൻ്റെ ശക്തി ലോക സുസ്ഥിതിക്ക് ആവശ്യമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിക്കുകയും നാടിനും സമൂഹത്തിനും കുടുംബങ്ങൾക്കും ഗുണകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് തരുന്നവരുമായ നസ്രാണികൾ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട് എന്ന് നമുക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം സമുദായ ശക്തീകരണ കൂടിവരവുകൾ എല്ലാ സമുദായത്തിനും ആവശ്യമാണ്. ഒന്നായിരുന്ന നസ്രാണി സമുദായം 7 സുറിയാനി സഭകളായിട്ട് വേർപെട്ട് നിൽക്കുമ്പോഴും 7 സമുദായങ്ങളും തമ്മിൽ കൂടി വരുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഈ വർഷങ്ങളിലൊക്കെ നമ്മുടെ രൂപത കേന്ദ്രത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷിർലച്ചൻ്റെ പ്രത്യേകമായിട്ടുള്ള കാര്യസ്ഥിതിയിൽ 7 സുറിയാനി സഭകളുടെയും മേലധ്യക്ഷന്മാരും അൽമാരുമായിട്ട് ഒന്നിച്ചിരിക്കുകയും ആ സമുദായ ശക്തീകരണം ഉറപ്പുവരുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അടുത്തയാഴ്ചയും നമ്മുടെ രൂപതാ കേന്ദ്രത്തിൽ സമാനമായ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ലോക വനിതാ ദിനമാണ്. നമ്മുടെ സഭയുടെ കേരള കത്തോലിക്ക സഭയുടെ മദ്യ മയക്കുമരുന്ന് നിരോധന ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അങ്ങനെ നമുക്ക് ശക്തീകരണത്തിലായിരിക്കുമ്പോൾ ഈ കാര്യങ്ങളിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലേണ്ടതായിട്ട് വരും. വനിതാ ദിനം എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് അവർ ശക്തീകരിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ആഫ്രിക്കയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, എ മാൻ ഈസ് നത്തിങ് വിതൗട്ട് എ വുമൺ, എ വുമൺ ഈസ് നത്തിങ് വിതൗട്ട് എ മാൻ, ബോത്ത് ആർ നത്തിങ് വിതൗട്ട് ചിൽഡ്രൻ. ആ ഒരു ആഫ്രിക്കൻ ആപ്തവാക്യത്തിൽ വാസ്തവത്തിൽ സമുദായ ശക്തീകരണത്തിൻ്റെ അടിസ്ഥാന ഫിലോസഫിയുണ്ട്. അവിടെ മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും കൊച്ചുമക്കളും എല്ലാം തമ്മിലുള്ള ആ ബന്ധം എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മെ പഠിപ്പിക്കുകയും നമ്മളതിൽ ആകർഷകരാകുകയും ചെയ്യുന്നുണ്ട്. എരിയുത്തറ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അധികാലം മുതൽ ഇവിടെ നസ്രാണികളുടെ വലിയ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. മീനച്ചിലാറിൻ്റെ തീരങ്ങളിലെല്ലാം നസ്രാണികൾ തിങ്ങിപ്പാർത്തിരുന്ന ഇടമാണ്. ഇവിടെ ഉണ്ടായിരുന്ന നസ്രാണികൾ അല്ലെങ്കിൽ സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് വളരെയേറെ അറിവും പ്രാപ്തിയും അധ്വാനവും എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഒരു സമൂഹമാണ്. ഓരോ നിമിഷം ഞാൻ അതേക്കുറിച്ചുകൂടെ ഒരു വാക്കെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇസ്രായേലിലെ ചിതറിക്കപ്പെട്ട സ്കാറ്റേഡ് ആയിട്ടുള്ള യഹൂദന്മാർ വന്ന് പാർത്ത ഇടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മളുടെ പുഞ്ഞാറും ഈ അരുവിത്തറയും ഇതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുമാണെന്ന് ചിന്ത നമ്മൾ മറക്കരുത്. ചിതറിക്കപ്പെട്ട ഇസ്രായേൽക്കാർ ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള ദേശങ്ങളിലേക്ക് വരികയും അവിടെ പാർക്കാൻ തുടങ്ങിയപ്പോൾ
അവര് കാലക്രമേണ ദ്രാവിഡന്മാര്, ആര്യമതം, ഹിന്ദുമതം, ജൈന, ബൗദ്ധ മതങ്ങള് ഇതിലേക്കെല്ലാം അവർ ചേർക്കപ്പെടുകയും അല്ലെങ്കിൽ അവർ വഴി ആ മതങ്ങൾ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അതിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു ഘടകമായിരുന്നു ജൂഡയോ ക്രിസ്ത്യൻ. യഹൂദന്മാരായിട്ട് ചിതറിക്കപ്പെട്ടവരായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ വന്ന ഭാരതവരിൽ മറ്റനേകം ആളുകൾ മറ്റ് മതങ്ങളിലേക്ക് രൂപപ്പെട്ടും അതിനെ രൂപപ്പെടുത്തിയും മാറിയപ്പോൾ ഒരു പറ്റം യൂതന്മാര് തോമാസ് ശ്ലീഹ ഇവിടെ വന്നപ്പോൾ ആ ശ്ലീഹായെ കേൾക്കുകയും അങ്ങനെ ഇവിടെ ജുഡയോ ക്രിസ്ത്യൻ പാരമ്പര്യത്തിലുള്ള നസ്രാണികൾ രൂപപ്പെടുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യ ഭൂഖണ്ഡത്തിലെ ഭട്ടറായി, ഭട്ടാചാര്യ, പത്ര, ഭട്ടർ, പട്ടേൽ, റെഡ്ഡി, റാവു, കുടകർ, ഗൗഡ തുടങ്ങിയ ബ്രാഹ്മണന്മാരും അവരുടെ ഉപവിഭാഗങ്ങളുമെല്ലാം, അതുപോലെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സമുദായങ്ങൾക്കും എല്ലാം ഒരു യഹൂദ പശ്ചാത്തലമുണ്ട് എന്ന് പറയുമ്പോൾ ആരും വിഷമിക്കേണ്ടതില്ല. അത് സഭയുടെ വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ്. ചിതറിക്കപ്പെട്ട ആ യഹൂദന്മാര് ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള രാജ്യങ്ങളിലേക്ക് വന്നപ്പോൾ അവര് വിശ്വാസം കാത്തു സൂക്ഷിച്ച പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്ന് ശ്ലീഹായോട് ബന്ധപ്പെട്ട നസ്രാണികളായിരുന്നു. ആ നസ്രാണികളുടെ കൂട്ടത്തോടെയുള്ള ഒരു പാർപ്പിടമായിരുന്നു ഈ മീനച്ചിലാറിൻ്റെ കര. മീനച്ചിലാറ്റിലൂടെയും അതിൻ്റെ കരയിലൂടെയും യാത്ര ചെയ്താണ് പാണ്ഡ്യരാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് അവർ പിന്നീട് തെക്കോട്ട് യാത്ര ചെയ്തതും വളർന്നതുമെല്ലാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ നസ്രാണികളായിട്ട് ശക്തീകരിക്കപ്പെടേണ്ട ആളുകളായിട്ട് ഇവിടെ കൂടുമ്പോൾ അതൊരു സ്വാഭാവികമായ കാര്യമാണ്. നമുക്ക് 2000-ലധികം വർഷങ്ങളുടെ ആ ഒരു പാരമ്പര്യവും കരുത്തുമുള്ള സ്ഥലത്താണ്, പവിത്രമായ ഈ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ് നമ്മളിരിക്കുന്നത്. അതിൽ ശ്രീയാനി ഭാഷയിലൂടെ നമ്മുടെ സഭയെ തന്നെ ഏറ്റവും കൂടുതൽ ശക്തീകരിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ഇടവക്കാരനായ അരയപ്പനാൽ ബഹുമാനപ്പെട്ട തോമാച്ചൻ. അദ്ദേഹത്തിൻ്റെ ശ്രീയാനി ഗ്രാമറാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും അവർ ആധികാരികമായ ഈസ്റ്റ് സിറിയക് ഗ്രാമറായിട്ട് കരുതിപ്പോരുന്നത്. അങ്ങനെ ഇന്ന് ഒരു വലിയ സമൂഹത്തിൻ്റെ അനന്തര അവകാശികളാണ് നമ്മൾ ശക്തീകരിക്കപ്പെടേണ്ട നിരവധിയായ മേഖലകളുണ്ട്. സഭയുടെ ഐക്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് വരണം. സമുദായ ഐക്യം ശക്തിപ്പെടുത്താൻ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഉത്സാഹത്തിൽ 1887 ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ നസ്രാണി ദീപിക വലിയൊരു ദിശാബോധം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ മാണിക്കപ്പനാര് വലിയ ഈടുറ്റ സംഭാവനകൾ ആ പത്രത്തിലൂടെ നമുക്ക് നൽകിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വാക്യമായിരുന്നു, സത്യപ്രകാശമിതം ശുഭവൃത്ത പത്രം. സത്യപ്രകാശമിതം ശുഭവൃത്ത പത്രം. നല്ല വൃത്താന്തം പത്രത്തിൻ്റെ സത്യത്തെ പ്രകാശിപ്പിക്കുന്നു. അല്ല, നല്ല വൃത്താന്തങ്ങളുമായിട്ട് പുറത്തു വരുന്ന പത്രത്തിൻ്റെ ലക്ഷ്യം ദീപികയാണ്, സത്യപ്രകാശനമാണ്. അതാണ് അദ്ദേഹം ആദ്യ ദിവസം തന്നെ ആ പത്രത്തിൽ എഴുതിയത്. ആ പത്രത്തിൻ്റെ ദ പ്രിഫിക്സ് നസ്രാണി, ഈ നസ്രാണി ദീപിക, നസ്രാണി എന്ന ഉപസർഗം മുമ്പേ ചേർത്തത് നമ്മുടെ നിലനിൽപ്പിനും ശക്തീകരണത്തിനും പരസ്പര ബഹുമാനത്തിനും വേണ്ടിയായിരുന്നു. ദീപിക അതിൻ്റെ ആശയങ്ങളിലൂടെ സത്യത്തിൻ്റെ അച്ചുകൾ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് നിരത്തിയ വലിയ ഒരു പ്രയത്നമാണ്. ദീപികയുടെ അടിവേരുകൾ വായനക്കാരിലേക്ക് ധാരാളമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും ശക്തീകരിക്കപ്പെടേണ്ടത് വായനയിൽ കൂടിയാണ്. നമ്മളുടെ വ്യക്തിത്വം പല വിധത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങൾ കണ്ടെത്താനായിട്ട് നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ പുരാതന ഭാഷകളും
ദൈവാരാധന ക്രമത്തിൻ്റെ ഭാഷകളുമൊക്കെ നിരന്തരം നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു സിനഡാലിറ്റി, എല്ലാവരോടും ചേർന്ന് പോകുന്ന ഒരു ഒരുമയുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ശക്തി നസ്രാണി സമുദായത്തിൻ്റെ അടിത്തറയായ നസ്രായൻ്റെ മാർഗമാണ്, മിശിഹായുടെ മാർഗമാണ്. ആ മാർഗത്തെക്കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, സഭയും സമുദായവും തമ്മിലുള്ള ബന്ധം അതാണ്. പള്ളിയും വിശുദ്ധ കുർബാനയും പോലെയുള്ള ബന്ധമാണ്. സഭയെ നമുക്ക് തള്ളിക്കളഞ്ഞിട്ട് ഞാൻ സമുദായത്തിൻ്റെ ആളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് കേവലം നിരീശ്വര പ്രസ്ഥാനത്തിലേക്ക് വഴുതി മാറുന്ന പാലങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മളുടെ സഭയും സമുദായവും തമ്മിലുള്ള ആ ബന്ധം അടിസ്ഥാനപരമായിട്ട് വീണ്ടും കണ്ടെത്തുന്നതിനും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സന്തുലിതാവസ്ഥ കാണുന്നതിനും വേണ്ടിയാണ്. 7 സുറിയാനി സഭകളും തമ്മിൽ ഒരുപോലെ ഒന്നിക്കാൻ നമുക്കത്ര എളുപ്പമല്ല. മനുഷ്യൻ നിധിരിക്കൽ മാണിക്യത്തിനാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ സഖ്യം അദ്ദേഹം തുടങ്ങിയത് അതുകൊണ്ടാണ്. നമുക്ക് സമുദായമായിട്ട് സഖ്യത്തിൽ വരാൻ, സഭയായിട്ട് കൂട്ടായ്മയിൽ 7 സുറിയാനി സഭകളും കൂടെ വരണമെന്നത് നമ്മുടെ ആഗ്രഹമാണെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ആയിരക്കണക്കിനുണ്ട്. അതുകൊണ്ട് നമുക്ക് സുറിയാനി സമുദായങ്ങളായിട്ടുള്ള ഐക്യത്തിലേക്ക് വരാം. അന്ന് ഉപയോഗിച്ചിരുന്ന വാക്ക് ജാതിയായിരുന്നുകൊണ്ടാണ് ജാത്യ ഐക്യ സഖ്യം അല്ലെങ്കിൽ സംഘം എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയ ഒരു തീരുമാനവും അദ്ദേഹത്തിൻ്റെ നിലപാടുമായിരുന്നു. അദ്ദേഹം അത് വീണ്ടും അങ്ങനെ തുടങ്ങാൻ കാരണം സമുദായത്തിൻ്റെ വിഷയങ്ങളെല്ലാം നസ്രാണി ദീപികയിലൂടെ വേണ്ടതുപോലെ പറഞ്ഞു പിടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ നസ്രാണിത്വം നിലനിർത്താനായിട്ട് നമ്മൾ ഐക്യത്തിൽ ആയേ പറ്റൂ. ആ ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് നമുക്ക് പിന്നീട് ഇതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ നടത്താനും കൂടി വരുവാനും ഒക്കെ സാധിക്കുന്നത്. നമ്മൾ ഈ ഒരു മീറ്റിംഗ് കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയല്ല. ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം സമുദായ ഐക്യമാണ്. അതിൽ നമുക്ക് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ സാധ്യമല്ല. അത് നമ്മൾ ആരെയും അടുത്ത ലക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു, ആരെയും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ആരോടും ബന്ധമില്ലാത്ത ഒരു കാര്യമായിട്ട് മാറി നിൽക്കാനുമല്ല. നമ്മൾ സുറിയാനി സഭയ്ക്ക് ലത്തീൻ സഭയുമായിട്ട് യാതൊരു പിണക്കവുമില്ല. സുറിയാനി സഭയെ ലത്തീനീകരിക്കരുത് എന്ന കാര്യം മാത്രമേ നമുക്ക് നിർബന്ധമുള്ളൂ. ലത്തീൻകാർ എത്രയോ വലിയ നല്ല ആളുകളാണ്. നമ്മുടെ തൊട്ടയൽപക്കത്ത് വലിയ കൂട്ടായ്മയിൽ നമ്മൾ കഴിയുന്നവരാണ്. ഈ നസ്രാണി സഭ ലത്തീനീകരിക്കപ്പെട്ട് അതിൻ്റെ ഐഡന്റിറ്റിയും അതിൻ്റെ സമുദായ ഐക്യവും ഇല്ലാതായി പോകരുത് എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് നിർബന്ധമുള്ളൂ. ബ്ലാസിലേറ്റിൻ്റെയൊക്കെ ഏറ്റവും കർക്കശമായ നിലപാടും അത് തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ സഭയുടെ ചരിത്രം, പാരമ്പര്യം, അതുപോലെ ദൈവാരാധനക്രമം നമുക്കിപ്പോഴും അതിൽ വേണ്ട രീതിയിൽ നമുക്ക് ഒന്നിച്ചു വരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്ന നിർഭാഗ്യകരമായ ഒരവസ്ഥ നിലനിൽക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഒന്നിക്കുമ്പോഴാണ് ഈ സിറോ-മലബാർ സഭയുടെ സമുദായത്തിൻ്റെ കരുത്തും നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. ഈ അടുത്ത നാളിൽ JB കോശി കമ്മീഷന് വേണ്ടി വളരെയേറെ നമ്മുടെ രൂപത അധ്വാനിച്ചു. അതിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. 2026 കേരള ക്രൈസ്തവ സഭ സമുദായ ശക്തീകരണ വർഷമായി ആചരിക്കുമ്പോൾ ചരിത്രം നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിൻ്റെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ അതിൻ്റെ കാലാകാലങ്ങളിലുള്ള അവസ്ഥയെ പഠിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപ്രകാരമുള്ള ഒരു രേഖപ്പെടുത്തലാണ് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. 440 ആധുനിക മെത്തേഡാണ്. സമയമാകുമ്പോൾ അപ്പൊ ഞാനിവിടെ നിർത്താം. ഇതിന്റെ സംഘാടകനായ കല്യാണത്തിനും പറയുന്ന സമയമായി. നല്ല
വലിയൊരു കൂടിവരവാണ്. എനിക്ക് JB കോശി കമ്മീഷനെ കുറിച്ചും മറ്റനുബന്ധ ചില കാര്യങ്ങളെ കുറിച്ചും വിശദമായിട്ട് അച്ഛന്മാരോടും നമ്മുടെ സമൂഹത്തോടും സംസാരിക്കേണ്ടതുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ കുറേ സാധിച്ചേക്കും. ഇല്ല, നമുക്ക് വീണ്ടും കൂടി വരാം. നമുക്ക് ഈ JB കോശി കമ്മീഷൻ ആഴമായ രീതിയിൽ നമ്മൾ പഠിക്കണം. അത് നമ്മുടെ സമുദായത്തിൻ്റെ അടിസ്ഥാനപരമായ രേഖയായിട്ട് നമ്മൾ എഴുതണം. അത് നമ്മെ സംബന്ധിച്ച് അതിൽ നമ്മൾ നിരവധിയായ കാര്യങ്ങൾ കൊടുത്തുവെങ്കിലും എല്ലാം അതിൽ ചേർത്തിട്ടില്ല. എങ്കിലും വളരെ പ്രോത്സാഹനകരമായ രീതിയിലാണത് മുമ്പോട്ട് പോകുന്നത്. ഞാൻ ഒരു മിനിറ്റോട് അതിൻ്റെ ആമുഖം എന്ന് പറഞ്ഞ് നിർത്താം. ഒന്നാമതായിട്ട് വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ പരാരവധിയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ പോരായ്മയല്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ജനസംഖ്യാനുപാതികമായി കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ കിട്ടുന്നില്ല. അതാണ് ആ കമ്മീഷനിൽ നമ്മൾ പറഞ്ഞതും അതായിരുന്നു. രണ്ടാമത്തേന് സാമ്പത്തികമായ സാഹചര്യങ്ങളാണ്. പരമ്പരാഗതമായി കൃഷിയെ ആശ്രയിച്ചിട്ടുള്ള വലിയൊരു വിഭാഗമാണ് നമ്മൾ. പ്രത്യേകിച്ച് നമ്മുടെ ഈ അരുവത്ര ഈ മേഖല മുഴുവനും കർഷകരുടെ നാടാണ്, മലയോര പ്രദേശമാണ്. അതേക്കുറിച്ച് വളരെ വിപുലമായിട്ട് 170 പേജസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് തൊഴിൽ മേഖലയിലെ പ്രാധാന്യമാണ്. സർക്കാർ സർവീസുകളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രാതിനിധ്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു പോകുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് യോഗ്യതയില്ലാത്തവരായിട്ട് മാറിപ്പോകുന്നു. ഇന്റലക്ച്വലി ചിലപ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ മറ്റ് പ്രഷേഴ്സ് ഒക്കെ മറ്റ് സമുദായങ്ങൾക്ക് കൂടുതലായിട്ട് വരും. നാലാമതായി സാമൂഹിക സുരക്ഷയാണ്. സർക്കാരുകളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ആനുകൂല്യങ്ങൾ, കുറെ കൂടെ പറഞ്ഞാൽ മൈനോറിറ്റി റൈറ്റ്സ്, അവകാശങ്ങൾ മേടിച്ചെടുക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നുണ്ട്. അങ്ങനെ വളരെ പ്രസക്തമായ 4-5 തലക്കെട്ടിലായിട്ട് 440 പേജസില് ഈ സുറിയാനി സമൂഹത്തിന്റെ, ഈ കേരളത്തിലെ സുറിയാനി സമൂഹത്തിന്റെ പ്രത്യേകിച്ചുള്ള ആ കാര്യങ്ങളെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പഠിക്കണം, അത് പഠിച്ചേ പറ്റൂ. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ അടിസ്ഥാന മുന്നേറ്റത്തിന്റെ അടിസ്ഥാന മാന്യാർത്ഥമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് ഭരണ തലത്തിലും കൂടുതൽ വിപുലമായ തലങ്ങളിലുമൊക്കെ അത് ചർച്ച ചെയ്യണം. നമ്മളത് പുറത്തു വരുന്നില്ലെന്നും പറഞ്ഞ് എല്ലാ മീറ്റിങ്ങിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പുറത്തു വന്നേച്ച് അതാരും വായിക്കാണ്ടിരിക്കരുത്. വായിക്കാനത് എളുപ്പമല്ല. 450 പേജസ് ഉണ്ട്. പക്ഷേ നമ്മളെക്കുറിച്ചാണ്, ക്രൈസ്തവരെ കുറിച്ചാണ്, നമ്മൾ ശക്തിപ്പെടേണ്ട വൈവിധ്യമാർന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം അതിലേക്ക് നമുക്ക് നിരന്തരമായൊരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ സമയമായതുകൊണ്ട് ഇവിടെ ഞാൻ ചുരുക്കുന്നു. ഇതിന് വേണ്ട വലിയ ക്രമീകരണങ്ങൾ അച്ഛന്മാർ, പ്രത്യേകിച്ച് പെറ്റാനന്ദച്ചനും വലിയൊരു ടീമും കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ചന്ദ്രൻകുന്നേലച്ഛൻ്റെ പരിസ്ഥിതിയിലുള്ള കേന്ദ്രമാണ്. മറ്റ് കൊറോണയിൽ നിന്നുള്ളവരും ഇവിടെയുണ്ട്. ധാരാളം ആളുകൾ, എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം വലിയൊരു ജനസാഗരം തന്നെ ഇവിടെ നമ്മളെ പരീക്ഷകളും പള്ളിമറ്റവും പന്തലും റോഡും എല്ലാം നിറഞ്ഞ ആളുകളുണ്ട്. അതായത് നമ്മളിതിൻ്റെ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ശക്തീകരിക്കപ്പെടേണ്ടവർ നമ്മളാണെന്നുള്ള ആ ബോധ്യം നമുക്കുള്ളതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഒന്നിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വീണ്ടും ഒന്നിക്കണം. ആ ഒരുമിപ്പ് നമ്മുടെ സമുദായത്തിൻ്റെ അടിസ്ഥാനപരമായ ആ ഓറിയന്റേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിലൂടെ നമ്മുടെ സഭയെ, അമ്മയായ സഭയെ നമ്മൾ ബലപ്പെടുത്തുകയും ചെയ്യണം. ഈ വാക്കുകളിലൂടെ എൻ്റെ ചിന്തകളെ ഞാനിവിടെ ചുരുക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സമുദായ ശാക്തീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പുത്തനുണർവ് നൽകുന്ന ശക്തമായ ചിന്തകൾ അഭിമന്യ പിതാവ് പങ്കുവയ്ക്കുകയായിരുന്നു. അഭിമന്യ പിതാവിന് സ്നേഹപൂർവ്വം നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായി അരുവിത്തുറ സെയിന്റ് ജോർജസ് ഫൊറോന ഇടവക വികാരി ബഹുമാനപ്പെട്ട മാത്യു ചന്ദ്രകുന്നേലച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പാലാരൂപതയുടെ അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, അഭിമന്യരായ വികാരി ജനറൽ അച്ഛന്മാരെ, ഫൊറോന വികാരിമാരെ, സ്നേഹമുള്ള അച്ഛന്മാരെ, സന്യസ്തരെ, അൽമായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ പാലാരൂപതയിലെ സമുദായ
ശാക്തീകരണ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം അരിവെത്രയ്ക്ക് നൽകിയതിന് അഭിമന്യ പിതാവിനും രൂപതാധികാരികൾക്കും വലിയ ആദരവോടുകൂടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അരിവെത്രയുടെ പൗരാണികതയ്ക്കും പ്രൗഢിക്കും ചേർന്ന വിധത്തിൽ വലിയ ഒരു സമുദായ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വവും പിന്തുണയും നൽകിയ പൂഞ്ഞാറിലെയും തീക്കോയിലെയും കൂട്ടിക്കിലെയും അഭിമന്യരായ ഫൊറോന വികാരിമച്ചന്മാരെയും അവരോട് സഹകരിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും നന്ദിപൂർവ്വം സ്മരിക്കുകയും അവർക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, ഇങ്ങനെ ഒരു പ്രൗഢമായ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ അരിവെത്രയിലെ കൈക്കാരന്മാര്, കമ്മിറ്റിക്കാര്, സംഘടനയുടെ ഭാരവാഹികള്, ഇവിടുത്തെ പൊതുപ്രവർത്തകര് എല്ലാവരെയും ഞാൻ അഭിമാന പുരസ്സരം ഓർമ്മിക്കുകയും അരിവെത്ര വല്യച്ഛന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, സമുദായ ശാക്തീകരണം എന്താണ്, എങ്ങനെയാണ് അത് നടപ്പിലാക്കേണ്ടത് എന്ന ആമുഖ പ്രസംഗത്തിലും തുടർന്ന് അഭിമന്യ പിതാവ് നൽകിയ ആധികാരികമായ സന്ദേശത്തിലും നമ്മൾ കേൾക്കുകയുണ്ടായി. ശാക്തീകരണ